സാർ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നല്ലോ. ഒരുപാട് ലേറ്റ് ആയല്ലോ. സോറി സാറേ, ട്രാഫിക് കുടുങ്ങിപ്പോയി. ഇപ്പൊ ജംഗ്ഷനിലെത്തി. ഇനി എങ്ങോട്ടാ വരണ്ടേ? ടേക്ക് ലെഫ്റ്റ്, സെന്റ് മേരീസിന്റെ കുരിശടി, എന്നിട്ട് 3 hours on the left. ഓക്കെ സാർ, 5 മിനിറ്റിനുള്ളിൽ എത്താവേ. 5 more minutes. ദീപക് സാറല്ലേ? അതെ. സാറിന് ഒരു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. സർ 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 കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? സർ പുറത്ത് നല്ല ചൂടാണ് സാർ, കുറച്ച് വെള്ളം തരുമോ സർ? പ്ലീസ് സർ. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും. ആശം പിടിക്കാൻ വിങ്സ് ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക്. തന്നോട് അകത്ത് കയറി ബുക്ക് എടുക്കാൻ പറഞ്ഞേ. ഞാൻ ഇതിപ്പോ കംപ്ലൈന്റ്. ചേട്ടാ പറഞ്ഞത് ശരിയാണ്. ചേട്ടൻ്റെ അനുമതിയില്ലാതെ ഞാൻ ഈ വീടിനകത്ത് കയറി. ചേട്ടന് കംപ്ലൈന്റ് ചെയ്യുകയോ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്ത് പറയാനാടി? ചേട്ടാ കൂൾ കൂൾ. ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്? ചേട്ടൻ ഞാൻ ഫുഡ് തന്നില്ലേ, അപ്പൊ ഞാൻ ചേട്ടന്റെ കൈ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം മുറിക്കാൻ ശ്രമിച്ചെന്റെ പാടുകൾ ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ അബ്രോഡ് പോകാൻ വേണ്ടിട്ട് എന്റെ പാസ്പോർട്ടൊക്കെ ശരിയായിട്ടിരിക്കുക. അതിനിടയിൽ ഒരു കേസ് കൂടെ വന്നാൽ അതിന്റെ യാത്രയെ അല്ല, നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ലൈഫിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ പോ, വെളിയിലോട്ട് പോ. എന്തായാലും ചേട്ടൻ മരിക്കാൻ പോവാം. അപ്പൊ പിന്നെ എന്താ കാര്യം നിന്നോട് പറഞ്ഞുകൂടി? നിനക്ക് കേൾക്കണം. കേൾക്കണം. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെട്ടു. എന്റെ പെണ്ണ് ഇട്ടേച്ചു പോയി. ഞാൻ മാത്രം ഇങ്ങനെ എവിടെ ചെന്നാലും ഈ തോൽവി 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 തോൽവി. മടുത്തു ഈ മൂഞ്ച ജീവിതം. എല്ലായിടത്തും ഈ കരുതേട്ടവനായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ചിലവർക്കൊക്കെ കുട്ടികളായി, കൂടെ പഠിച്ചവന്മാരെല്ലാം രക്ഷപ്പെട്ടു. ഞാൻ മാത്രം ഇങ്ങനെ. ചേട്ടാ നിർത്ത്. ചേട്ടൻ ജീവിക്കോ ജീവിക്കാതിരിക്കോ മരിക്കോ മരിക്കാതിരിക്കുന്നതോ ഒക്കെ ചേട്ടന്റെ ഇഷ്ടമാണ്. ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ചേട്ടനൊരു കഴിവ് കെട്ടാനാണ്. പക്ഷെ ഒന്നോർത്തോ, നമ്മുടെ കഴിവുകേടുകൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ എല്ലാരും രക്ഷപ്പെട്ടെന്ന്. ആരോ ചേട്ടൻ ഈ രക്ഷപ്പെട്ടത്? എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, പക്ഷെ അത് പല രീതിയിലാന്ന് മാത്രം. ചേട്ടൻ അറിയോ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുന്നില്ലേ? അപ്പോഴാ ചേട്ടന്റെ ഒരു കുത്തിക്കഴപ്പ്. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ല. ചേട്ടൻ ഇപ്പൊ ചത്താലും ഒന്നുമില്ല. എല്ലാ ദിവസവും പോലെ ഈ ഒരു ദിവസവും കടന്നു പോകും. കൂടി വന്നാൽ 1-2 മാസം ഒക്കെ എല്ലാരും ഓർത്തിരിക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷം എല്ലാരും മറക്കും. ഇല്ലാതാവുന്നത് ചേട്ടൻ തന്നെയാ. ചേട്ടന്റെ സ്വപ്നങ്ങളും
ഇനി ചേട്ടൻ തീരുമാനിക്കുക, ജീവിക്കണോ മരിക്കണോ. You know one thing, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാന്നറിയാമോ? അത് നമ്മൾ തന്നെയാണ്. ഹലോ സാർ, ഹലോ. സോറി സാർ, ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. ദീപക് സാർ അല്ലേ? സാറിനൊരു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാന്നറിയാമോ? അത് നമ്മൾ തന്നെയാണ്.